എന്റെ ക്രിയേഷൻ എത്ര നേരായത്. ചേട്ടാ ഇതൊന്ന് മുറുക്കട്ടെ, റെഡിയാക്കി തരാ. ഒന്ന് രണ്ട്. എന്റെ അമ്മേ, സംഗതി റെഡിയാണ്. എടുത്തിട്ട് പോയിക്കോ. എത്രയായി? നെട്ട് മുറുക്കിയതിനൊരു 150, നെട്ട് ഇളക്കിയതിനൊരു 150, പിന്നെ സമയം കുറെ മെനക്കെടുത്തി അതിനൊരു 100. മൊത്തം റൗണ്ട് ചെയ്തൊരു 500 രൂപ. അത് അധികമല്ലേ? അധികമൊന്നുമല്ല. ഇന്നാ 500 റുപ്യ. ചോട്ട് ഈശ്വര, 2 ബാക്കിയല്ല. എന്തായാലും തിരിച്ചു വരും. അപ്പടാ എന്താ പ്രശ്നം? മൈലേജ് കൂട്ടണോ? ഒന്നുമില്ലേടാ, ഏട്ടൻ നോക്കി ശരിയാവത്തില്ല. എന്താ ഞാൻ നോക്കി ശരിയാവത്ത്? പറ. ആ വണ്ടി ശരിയാക്കി വിട്ട വണ്ടിയില്ലേ? അതിപ്പോ തിരിച്ചു വരും. വരൂ. എന്നിട്ട് വേണം എനിക്കിത് ഇടാനായിരുന്നു. രാജുകുട്ടാ, അയ്യോ കൊറേ നേരമായിട്ട് നിൽക്കുക. ബസ് ലേറ്റാ. ആണോ? അതെ. കാലെടുത്ത് എന്നാ പറ്റി? ചാണകത്തി ചവിട്ടിയ പോയി വളം വെച്ചിട്ട് വന്നേ. അവരെ തന്നെ പൈസ കൊടുക്ക്. ഞാനോ? പിന്നെ ഞാനോ? ഒരു കുപ്പി വെള്ളം. ഒന്ന് വേഗം വാ. വരുവല്ലേടാ ചെറുക്ക. ഞാൻ കഴുകാനോ? അല്ല, പിന്നെ ഞാൻ കഴുകാം. മാറിക്ക്. ഈ ചെറുക്കന്റെ ഒരു കാര്യം. കാല് കഴിക്ക്. കാണിക്ക്. അങ്ങോട്ട് മാറിക്ക്. അവിടെ ബസ് കയറി പോ. ഇനി ബസ്സിന് ഞാൻ കാശ് കൊടുക്കണോ? പിന്നെ ഞാൻ കൊടുക്കണോ? എടുക്കല്ലേ. വേഗം കേറ്. ഞാനൊന്ന് ഇരുന്നോട്ടട ചെറുക്ക. പയ്യെ പോണേ. പോസ്റ്റ് വേണല്ലേ? ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചൂടെ സ്വന്തമായിട്ട്? പിന്നെ ദിവസം 20 രൂപ തരും. 10 അങ്ങോട്ട് 10 ഇങ്ങോട്ട്. ആര്? എന്റെ ഭാര്യ. അല്ലാതാരാ? ഈ ശമ്പളമൊക്കെ സാലറി അക്കൗണ്ടിലേക്കല്ലേ വരുന്നേ? എന്റെ രാജു. ATM കാർഡ് വരെ അവിടെ കയ്യിലാ. അറിയാവോ? ഓ, എല്ലാം പറഞ്ഞത്. ഓക്കെ. അതെ, ഞാൻ നേരത്തെ വണ്ടി നോക്കാന്ന് പറഞ്ഞ പുള്ളി അറിയണ്ടട്ടാ. രാജുട്ടാ, വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. കുറെ സമയം നിൽക്കുന്നു. ക്ലാസ് ഉണ്ട്. ആണോ? ഇതൊന്നും എനിക്ക് സ്റ്റാർട്ടാക്കി നോക്കിയേ. വിട്, ഞാൻ നോക്കട്ടെ. എടാ, സ്ക്രൂ ഡ്രൈവർ നേരത്തെ. ഓക്കെ ബോസ്, ഇപ്പൊ എടുത്തരാം. എടാ, ഇങ്ങനെ സ്റ്റാർട്ടാക്കി നോക്കിയേ. നേരമായിക്കടാ, വേഗം വിട്ടു. എങ്ങനെയാണോ? 50. 1 മിനിറ്റ് എടുത്തില്ല കേട്ടാ. എടാ, ഞാനേ ഒരു 10-12 വർഷം എടുത്ത് പഠിച്ച പണിയാ. ഇതാ ഞാൻ പറഞ്ഞ സമയം. റെഡിയാക്കാം. തിരക്ക് പിടിക്കരുത്. എടാ, 2 മാസം സമയം തരും. ഇത്തവണ ഇവനും കൂടെ ലഡാക്കിലേക്ക് പറക്കേണ്ടതാ. അതുകൊണ്ട് സൂപ്പർ ആക്കണം. ലഡാക്കിലോട്ടാണെങ്കിൽ ഞാനും വരാട്ടാ. എന്തിന്? അല്ല, എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയ വണ്ടി ആരും നോക്കണ്ടേ? നീയോ കരുതാക്ക വളക്കാതെ. എടാ, നിനക്ക് വല്ല അഡ്വാൻസും വേണം? ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട്. 25,000 അഡ്വാൻസ് ഉണ്ടാ? നീ എണ്ണ നോക്കിക്കോ. ഇല്ലേ? അപ്പൊ പറഞ്ഞ പോലെ സൂപ്പർ ആക്കണം. ഇല്ലല്ലേ? കൊട്ടടാ. ശരി. ഉഗ്രം വണ്ടിയാണ്. നമുക്കിത് അങ്ങോട്ട് പൊളിച്ചൊടുങ്ങിയാലോ? നീ ഇത് തൊട്ടു പോരുത്.
പിന്നെ നോക്കി വിളിക്കാന്ന് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇത് ഇവിടുന്ന് എങ്ങനെയും പണി പഠിച്ചിട്ട് വേണം ദുബായിൽ അളിയന്റെ വർക്ക്ഷോപ്പിൽ പോവാൻ. ഞാനിനി എന്ന് പണി പഠിച്ചിട്ടാണ്? നീ ആദ്യം പോയി 2.5 ഓയിൽ വാങ്ങിച്ചിട്ട് വാ. സെപ്റ്റിക് ഔട്ടാ. ചക്കര പറ, എന്റെ മടവണക്കുട്ടിക്ക് വേണ്ടി ഈ മനോഹരൻ ചേട്ടൻ എന്താ ചെയ്യണ്ടേ? മനോഹരേട്ടാ, ഓ ഇവിടെ ഞാനാണ്. ആ നീ 2.5 ഓയിലെടുത്തേ. बोलाराम एक बोतल ऑयल दे दो। कितना मनोहर चटा? 2.5. 2.5 बोतल दे दो। दूंगा ना, क्यों गुस्सा करते? ഈ മനോഹരം വിചാരിച്ചു നന്നാക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടോ? അയ്യോ ആണോ? ഇന്നോ? അത് വാഷിംഗ് മെഷീന്റെ ബെൽറ്റ് പോയതായിരിക്കും. ആയിരിക്കും. അതെ, നല്ല റിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തനെ വിട്ട് ഒന്ന് ശരിയാക്കി തരാൻ പറയോ? അങ്ങനെ ഏതെങ്കിലും ഒരുത്തിനെ വിട്ട് നന്നാക്കിക്കാനുള്ളതാണോ എന്റെ മേടവണക്കുട്ടിയുടെ സാധനങ്ങള്? ചേട്ടാ, ബൈക്കിന്റെ മിറർ ഉണ്ടോ? ഇല്ല. ഈ സമയത്ത് മിറർ. പിന്നെ വേറെന്തെങ്കിലും സാധനങ്ങൾ നന്നാക്കാനുണ്ടോ മടവണക്കുട്ടിയുടെ വീട്ടില്? ഇപ്പൊ ഇല്ല, ഉണ്ടാകുമ്പോ ഞാൻ പറയാം. പറയണം. ഒരു മിനിറ്റ്. ഇവളാണോ? എന്നാ ശരി മനോഹരേട്ടാ. വെക്കുകയാണോ? വെക്കല്ലേ. ഒരു വെച്ചോ. പിന്നെ എന്താണ് കമ്പനിക്ക് സ്പെയർ പാർട്സിന് ഓർഡർ കൊടുത്തോണ്ടിരിക്കുവാണോ നിന്റെ ഒരു വിളി? ഏട്ടാ, ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു. സാമാനം തീർന്നിക്കാൻ കുഞ്ഞാലിക്കാരെ കടയിൽ പോയി മേടിക്കണേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അവിടെ സാമാനങ്ങൾ തീർന്നു. ബോലാറാം, ഏക്ക് നിമ്പ് പാനിലേക്കാവോ? हाँ ठीक है. ജൽദി. മനോഹരേട്ടാ, മോളുടെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. നാളെ അടച്ചില്ല എമാര് തൂക്കിയല്ലോ. ഒണ്ടാമൗണ്ട് അടയ്ക്കും. മനുഷ്യരുടെ കാച്ചില്ലാതെ നട്ടം തിരിയാ. എന്നപ്പോഴാ അതെങ്ങനാ? ഇവന്റെ കൈ ഒടിഞ്ഞിട്ട് 2 ആഴ്ചയല്ലോ ഈ സ്കൂളിൽ പോയിട്ട്. പിന്നെ എന്ത് പഠിപ്പിച്ചിട്ടാ ഇവന്മാർക്ക് ഫീസ് കൊടുക്കണ്ടേ? എന്ന് വെച്ചാ എങ്ങനെയാ? പിന്നെ ഞാൻ എന്നാ പറഞ്ഞു? എന്തോ നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ചൂടുവെള്ളം. അതെ, നന്നായിട്ട് തിളപ്പിച്ചോ. നല്ല ചൂട് വേണം. മക്കൾ കഴിച്ചോ? ഹലോ, എന്താ കേക്കറേ? എനിക്കൊരു 10,000 രൂപ തരുമോ? ആ തരാലോ. ഒരു കല്യാണം ഉണ്ടായിരുന്നു. പോകുമ്പോ എങ്ങനെയാ വെറും കൈയോടുകൂടി പോകുന്നേ? പാടില്ല. വെറുതെ ഇവിടെ പോകാനേ പാടില്ല. കല്യാണത്തിന് പോകുന്നതല്ലേ, അതുകൊണ്ടൊന്ന് ബ്യൂട്ടി പാർലറിലും കയറണം. അതെന്തായാലും കയറണം. സുന്ദരി കുട്ടിയായിട്ട് മടണ പോകാവൂ. പൈസ ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ശരി മനോഹരേട്ടാ. ഓ ആയിക്കോട്ടെ. ഓ വെച്ചോ. എടി വെള്ളം ചൂടാക്കിയോ? എന്താ ഇത്? ഈ CD-യുടെ പിക്കപ്പ് കോയിൽ വരെ ഇതിനകത്തോണ്ട് കുത്തുന്നേ? അല്ല, ഞാൻ ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇത് അഴിച്ചത്. എന്നിട്ട് അല്ല, അപ്പോഴേക്കും നെറ്റ് തീർന്നുപോയി. അപ്പൊ വീഡിയോ സ്റ്റക്കായി. അപ്പൊ ഞാനും സ്റ്റക്ക് ആവുമല്ലോ സ്വാഭാവികമായിട്ട്. എടാ എന്തിനാടാ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? 100 തവണ ഞാൻ പറഞ്ഞതല്ലേ അറിയാത്ത പണി ചെയ്യരുതെന്ന്. ഇങ്ങനെയാണ് ഞാൻ വേറെ പുറത്തുനിന്ന് ആൾക്കാരെ പണിക്ക് വെക്കൂട്ടോ? അങ്ങനെയാണ് എനിക്ക് പറയാനുണ്ട്. എന്ത് പറയാൻ? അത് പറടാ. എന്താ ഈ വഴിക്ക്? ഇവിടെയാണല്ലേ? ആ, വെറുതെ ഈ വഴി വന്നപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഇവിടെ എത്തിയപ്പെടാ ബ്രേക്ക് ലേശം ആണോ? പ്രശ്നമുള്ള പോലെ. പുതിയ വണ്ടിയല്ലേ? അതെ, വഴിയില്ലല്ലോ. അങ്ങോട്ട് മാറിക്ക്. നോക്കട്ടെ. അല്ല, എങ്ങനെയുണ്ട് പയ്യൻ? സുന്ദരന്. ആഹാ, കാനഡക്കാരൻ. നേഴ്സാ. ആണോ? കാനഡ എന്നൊക്കെ പറയുമ്പോ ലൈഫ് സേഫാ. ഒന്നും നോക്കണ്ട. എനിക്ക് ഈ നാട് തന്നെയാ ഇഷ്ടം. വെറുതെ അവിടെ പോയി -डिग्री തണുത്ത് വരയ്ക്കേണ്ട കാര്യമുണ്ടോ? മണ്ടത്തരം പറയല്ലേ. അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നുമില്ലല്ലോ. അമ്മച്ചിയെ തനിച്ചാക്കി ഞാൻ അങ്ങ് പോകത്തില്ല. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളൊന്നുമല്ല ഞാൻ. ജീവിച്ചു പോകാനൊക്കെ ഒരു ജോലിയുണ്ട്. ഈ നാട്ടിൽ തന്നെ അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാനാണ് എനിക്കിഷ്ടം. ബ്രേക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. കല്യാണക്കാരി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാം. ഹോസ്പിറ്റലിലേക്കാ? ശരി. ബോസ്, പാരമ്പര്യമായിട്ട് ബുള്ളറ്റ് മാത്രം നോക്കുന്ന ഒരു ബാച്ചിലർ ഫാമിലി ആണല്ലോ നമ്മുടെ. ബോസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്കൂട്ടി ആജീവനാന്തം നോക്കിക്കോട്ടെ. പോയി ചായ വെച്ചിട്ടോടാ. വെറുതെ അല്ലേ ഇയാൾക്ക് പെണ്ണ് കിട്ടാത്ത.
എന്താടാ? ആ നേരെ ഈ മാസത്തെ ടൂറ് നാളെ തന്നെ പോണമെന്നാ രാജു പറയുന്നത്. അതും പാലക്കയം തട്ട്. എടാ ഇതിനൊക്കെ കുറച്ചെങ്കിലും പൈസ കൈ കാണണ്ടേടാ. ഓ എന്തിന്, എല്ലാ പ്രാവശ്യത്തെ പോലെ ഓസ് ചെലവ് മുഴുവൻ ആവാൻ വഹിച്ചോളും. പിന്നെ വണ്ടിക്കും നമുക്ക് ഇന്ധനം അടിക്കാൻ എന്തെങ്കിലും കരുതണം. അത് ഞാൻ നോക്കിക്കോളാം, താൻ വന്നാ മതി. എന്നാലേ ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ, അവള് വിട്ടില്ലേലോ? ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറയടോ നേരെ. പെങ്കോന്തൻ. നീ പോടാ. അമ്മേ എന്തോ ഒടിക്കല ബോസേ, മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുവന്നേണ. നല്ല അടിപൊളി പൊട്ട സ്ഥലം. ദാ അല്ല നല്ല സ്ഥലം. തുടങ്ങി. ഈ തുണി ഒരു ദിവസം കത്തിച്ചളയണം. ഒന്ന് നിർത്തോ? എടാ ഇവനെ എനിക്ക് കിട്ടിയതിന്റെ ഭാഗ്യ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് ഇവനെ. ഇവൻ എന്റെ പടക്കുതിരയാടാ. പടക്കുതിര മനുഷ്യന്റെ നടോടിഞ്ഞ്. അല്ല പടക്കുതിര എന്ന് പറഞ്ഞപ്പോ രണ്ടുപേര് കഴുതപ്പുറത്തുണ്ടായില്ലേ? ശരിയാണല്ലോ. എടാ രാജുവേ, ഇത്രയും കയറിയതേ ഉള്ളൂ, മനുഷ്യന്റെ ഊപ്പാട് തീർന്നു. ഓസിയാണെന്ന് ഓർത്ത് വന്നതാ. ഇത്രയും ക്രൂരമായി പോകുമെന്ന് കരുതിയില്ല. എന്നെ തലവടാ ഇത്. ഇതിലും ഭേദം എവറസ്റ്റ് എന്റെ കയറുന്നതാ. ക്രിയേഷൻ, എന്റെ ഇടപാട് തീർന്നു. നിങ്ങളുടെ വണ്ടി എവിടെ? ഇവിടെ താഴെ വെച്ചേക്ക. ഈ കയറിയത് എങ്ങനെ കയറാന്? ഇതൊക്കെ ചത്തടാ. അയ്യോ അതൊക്കെ ഇവൻ പറക്കല്ലായിരുന്നോ? കണ്ടീഷൻ വണ്ടിയാ അല്ലേ? അടിപൊളി. രാജു, ഞാൻ ഈ നാട്ടുകാരനായിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇവിടുന്ന് പോകാനേ തോന്നണല്ലോ മനോഹരേട്ടാ. ഇനി തോന്നിയാലും പോകാൻ പറ്റുമെന്ന് തോന്നില്ല. സമയം പാരായി. നമുക്കേ അടുത്ത ട്രിപ്പേ ഗുണ്ടൽപേട്ട് പിടിച്ചാലോ? ഗുണ്ടൽപേട്ടോ? ഗുണ്ടൽപേട്ട് എന്നൊക്കെ പറയാനുള്ള ആരൊക്കെ ഉണ്ടോ നിനക്ക്? കേട്ടാ, അവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവനോട് എവറസ്റ്റ് വരെ കയറി കിടക്കും. എന്റെ ഈശ്വര, ഈ ലോധിയ പല ബുള്ളറ്റ് ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്. എന്റെ രാജ്യം, നിനക്ക് ഇത് എന്തൊരു വട്ടാണ് ബുള്ളറ്റിനോട്? അതെ, പണ്ട് എന്റെ അപ്പൻ കാപ്പിമല പള്ളിപ്പെരുന്നാൾ വെച്ച് എനിക്കൊരു കുഞ്ഞു ബൈക്ക് വാങ്ങി തന്നു. അന്ന് തുടങ്ങിയതാ ബൈക്കിനോടുള്ള എന്റെ പ്രണയം. പിന്നീട് ഞാൻ ആദ്യമായിട്ടൊരു ബുള്ളറ്റ് കാണുന്നത് നമ്മുടെ പള്ളിയിലെ സേവിയർ അച്ഛൻ വാങ്ങിച്ചൊരു ബുള്ളറ്റാ. ഒരു ഇംഗ്ലണ്ട്, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 64 മോഡൽ. പിന്നെ പള്ളി പോകുന്ന തന്നെ ഈ ബുള്ളറ്റ് കാണാൻ വേണ്ടിയാ. അതിന്റെ ശബ്ദവും എടുപ്പും കരുത്തും ഒരു രാജകീയ ഫീൽ തന്നെയായിരുന്നു. അപ്പോ അച്ഛനതിൽ കയറി പോന്ന കാണാൻ. അന്ന് തീരുമാനിച്ച വലുതാവുമ്പോ അതുപോലെ ഒരെണ്ണം വാങ്ങണമെന്ന്. പിന്നെ ഇവൻ എന്റെ കൈ കിട്ടുമ്പോ കത്തിക്കരിഞ്ഞ് കിടക്കുമായിരുന്നു. ഞാൻ ഇവന് ജീവൻ കൊടുത്തു. പിന്നീട് എപ്പോഴൊക്കെയോ ഞാനിവനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇതിൽ കയറിയിരിക്കുമ്പോ ഒരു പ്രത്യേക കോൺഫിഡൻസാണ്. ഇതെന്റെ മാത്രമല്ല കേട്ടോ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ വികാരമാണ് ഈ കാണുന്ന ബുള്ളറ്റ്.